നമസ്കാരം. ചില സ്ത്രീകൾക്ക് അടക്കാനാവാത്ത കാമം, അതായത് കഴുപ്പ്, അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ജന്മന അവരുടെ ശാരീരികവുമായ മാനസികവുമായിട്ടുള്ള പ്രത്യേകത, അതായത് അവരുടെ DNA അത് ഉണ്ട്. ആൾക്കാർ പറയില്ല അവൾക്ക് ഭയങ്കര സൂക്കേടാണ്, അവൾ ഇന്നസെൻ്റാണ്, അവൾക്ക് ആ വികാരം ജന്മന ഉള്ളതാണ്, അത് മാറില്ല. അപ്പം ഞാൻ പറയാൻ പോണ സംഭവം ഒരു ആൻറ്റീൻ്റെ കഥയാണ്. അവർ ശരിക്കും 60 വയസ്സ് കഴിഞ്ഞു, പക്ഷേ മേക്കപ്പ് കൊണ്ട് അവർ ഒരു 55 എത്തിക്കും. ബ്യൂട്ടി പാർലറിൽ പോകും, ആരോഗ്യം സൂക്ഷിക്കും, ലിമിറ്റഡ് ഫുഡാണ്. കാരണം അവർ ജീവിതം ആസ്വദിക്കാൻ വേണ്ടി ജനിച്ച ആളാണ്. ഇവരുടെ സ്റ്റീല് പൊട്ടിച്ചത് തന്നെ അവരൊരു ബന്ധമാണ്. അതായത് ഒരു 10-18 വയസ്സായപ്പോൾ തന്നെ പെണ്ണ് കളി തുടങ്ങി. പിന്നെ അവരുടെ വീട്ടിൽ സെർവൻ്റായിട്ട് ഒരു ആളുണ്ടായിരുന്നു, അയാളെ കൊണ്ട് കളിപ്പിക്കും. കാരണം ഇവർക്ക് നല്ല സ്വത്തുണ്ട്. അപ്പം അതിനനുസരിച്ച് ഒരു റോയൽ ലൈഫാണ് ഇവരുത്. അപ്പോൾ ഇവരുടെ ഹസ്ബൻഡ് ഒരു 10 കൊല്ലം മുമ്പ് മരിച്ചിട്ടുണ്ട് ഈ സംഭവം നടക്കുമ്പോൾ. അപ്പോൾ ഇവരുടെ മോന് സ്വിറ്റ്സർലൻഡിലാണ്, ഭാര്യ അവിടെ. അപ്പോൾ ഒരു എറണാകുളം സിറ്റിയിലൊരു ഫ്ലാറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലാറ്റ് വെറുതെ ഇട്ടേക്കാം, റെൻറ്റിന് കൊടുക്കാൻ ഉദ്ദേശമില്ല. അപ്പോൾ ഈ തള്ള പറഞ്ഞ് ഞാൻ അവിടെ പോയി നിൽക്കാം കുറച്ച് നാൾ, കാരണം ആ ഫ്ലാറ്റ് വെറുതെ അടച്ചിട്ട് നാശമായി പോവും. അവിടെ എല്ലാം യൂസ് ചെയ്യേണ്ട ഒരാളുണ്ടെങ്കിൽ അതൊരു ദൂത്തും തുടച്ചൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഇവർക്ക് നഗരത്തിൽ പോയി താമസിക്കാൻ ഒരു ത്രില്ല്. അങ്ങനെ ഇവർ സിറ്റിയിൽ വന്നു സൊസൈറ്റി ലേഡീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇവർ ലെസ്ബിയനാണ്, ഒന്നും കിട്ടിയില്ലെങ്കിൽ പെൺകുട്ടികളെയും ഇവർ യൂസ് ചെയ്യും. പക്ഷേ ഇവർക്ക് ജീവിതം ബോറടിച്ച് തുടങ്ങി. ഇവർക്ക് കളി കിട്ടണം, പറ്റിയ എന്നും കളിക്കണം. അങ്ങനെ ഒരു ലേഡി പറഞ്ഞ് ഇങ്ങനെ പുരുഷ വേശികളെ കിട്ടും. അങ്ങനെ ഒരു ഫോണിൽ കോണ്ടാക്ട് ചെയ്ത് ഒരുത്തനെ വരുത്തി. പക്ഷെ അവൻ ഹിന്ദിക്കാരനാണ്. പറഞ്ഞതൊക്കെ ചെയ്ത് കൊടുത്ത് നോക്കി കൊടുക്കാനൊക്കെ അവൻ വില്ലിങ്ങാണ്, പറഞ്ഞ പൈസയും കൊടുത്ത്. പക്ഷേ ഇവർക്കൊരു ത്രില്ല് കിട്ടില്ല. ഈ ഭാഷ തമ്മിലുള്ള പൊരുത്തക്കേടും ഒരു മിസ്മാച്ചിങ്. പിന്നെ കാശ് കൊടുത്തിട്ട് ഒരാളെ കൊടുത്ത് കളിപ്പിക്കുമ്പോൾ അതൊരു സത്യം പറഞ്ഞാൽ ഒരു വേശ്യനെ പോയി കളിക്കണ ആ ത്രില്ലും ഒരു പെണ്ണിനെ പരിചയപ്പെട്ട് കളിക്കണ ഒരു ത്രില്ലും മാറ്റമുണ്ട്. അതുപോലെ പുരുഷന്മാരുടെ പോലെ തന്നെയാണ് സ്ത്രീകളും. അവർക്കും ആരെങ്കിലും വന്ന് കളിക്കണതല്ല, മനസ്സുകൊണ്ടൊരു ഇഷ്ടം വരണം. അപ്പോൾ ഒരു വേറൊരു പിന്നെ വളഞ്ഞ ബുദ്ധി വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു പത്രത്തിലൊരു പരസ്യം കൊടുത്ത് ഒരു വൃദ്ധ ദമ്പതികൾക്ക് ഒരു പേയിങ് ഗസ്റ്റിന് ആവശ്യമുണ്ട്, പുരുഷ പേയിങ് ഗസ്റ്റിന് ആവശ്യമുണ്ട്. അവിടെ ഒരു വേക്കൻസി ഉണ്ട്. അപ്പോൾ IT പ്രൊഫഷണലുകൾക്ക് മുൻഗണന. അങ്ങനെ ആഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ടെലിഫോണിൽ ഒരു എൻക്വയറി വരുമ്പോൾ ഇവർ നേരിട്ട് വരാൻ പറയും. ഇതൊരു ട്രാപ്പാണ്. നേരിട്ട് വരാൻ പറഞ്ഞാൽ അതിനാണ് ആളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ ഇവർക്ക് കാഴ്ചയിൽ പറ്റില്ല. അപ്പോൾ പറയും ഇത് ഫുള്ളായി, അത് ജസ്റ്റ് ഇപ്പം അതായിട്ടുള്ളതെന്നൊക്കെ പറയും. അങ്ങനെ ഒരു പയ്യൻ വന്ന് അവനൊരു 30 വയസ്സിൻ്റെ അടുത്തുണ്ട്, പക്ഷേ മാരീഡല്ല. ഇവരാലോചിച്ച് നോക്കിയപ്പോൾ നല്ലൊരു മെച്യൂരിറ്റി ഉള്ള ആളുമാണ്. പറ്റ ചെറുതാകുമ്പോൾ ഇവർക്കൊരു കുറ്റബോധം. ഒരു 30 വയസ്സാകുമ്പോൾ ഒരു പകുതി പ്രായമൊക്കെ എങ്കിലും ഉണ്ടല്ലോ. 25-22 ആകുമ്പോൾ 1/3 ഇതാവും. അപ്പം അത് ഇവർക്കൊരു മടി. അങ്ങനെ ഈ ആളോട് ചോദിച്ചു നിങ്ങൾ ജോലി സമയം എപ്പോഴാണ്? അപ്പോൾ ചോദിച്ചാൽ അങ്കിൾ എവിടെ വെച്ച്? അങ്കിള് മോളുടെ അടുത്ത് പോയേക്കാണ്, ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരും പറഞ്ഞു. കാരണം സിറ്റിയിലെ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ എന്ത് തള്ളാം. അപ്പോൾ എന്താണ് കിട്ടും. അപ്പോൾ റെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് അവർ ഇവനോട് താമസം തുടങ്ങിക്കഴിഞ്ഞ് ഇവൻ്റെ പെരുമാറ്റമൊക്കെ നല്ല ഹൃദ്യമായിട്ടുള്ള പെരുമാറ്റം. ഇവരും അങ്ങോട്ടും. അപ്പോൾ ഇവനൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു മുറി AC ആണ്. അപ്പോൾ വാടകയൊക്കെ ഇവർ വളരെ കുറച്ചാണ്. ഇവനെ
തെറ്റിപ്പോയാലോ വിചാരിച്ച് ചെറിയ വാടകയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവർ പറഞ്ഞെന്താ ഞങ്ങൾക്കൊരു തോണ അതാണ്. പിന്നെ ഫുഡ് ഞാൻ ഉണ്ടാക്കണം ഇവിടുന്ന് കഴിച്ചോ, അപ്പം നിനക്ക് വന്ന് കിടന്നുറങ്ങിയാലൊക്കെ ഫുഡ് ഉണ്ടാക്കണ ടെൻഷനൊന്നും വേണ്ട, അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ ഇവൻ അമ്മയെന്നൊക്കെ കയറി വിളിച്ചപ്പോൾ എന്നെ പ്ലീസ് അങ്ങനെ മാത്രം വിളിക്കരുത്, ആൻറ്റി വിളിച്ചോളാം പറയും. ഒന്നാമത്തെ ഇവർ പ്രായം കൂടിപ്പോയെന്നൊരു തോന്നൽ, പിന്നെ അമ്മയെന്ന് വിളിച്ചാൽ ഇവരുടെ പണി നടക്കൂലേ. അത് പിന്നെ ശീലമായി പോയി. അങ്ങനെ ഇപ്പം പോയി വരുമ്പോൾ ഇവർ സ്ലീവ്ലെസ് ബ്ലൗസൊക്കെ ഇട്ട്, പിന്നെ ഇവർ തമ്മിൽ കമ്പനിയായി. വലിയ അട്രാക്റ്റ് ചെയ്യണ വസ്ത്രങ്ങൾ, ചിലപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മാക്സിലും ഷഡ്ഡിയൊക്കെ തെളിഞ്ഞ് കാണുന്നത്. ഇവരെ കണ്ട 60 കഴിഞ്ഞെന്നൊന്നും പറയില്ല, ഒരു 55 ഒക്കെ മതിക്കുള്ളൂ. പക്ഷേ നല്ല ബ്യൂട്ടിയാണ് ഇവരെ കാണാൻ, ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഇവനും കൗതുകം, ഇവർ ഈ പ്രായത്തിൽ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയൊക്കെ നടക്കണ്ടല്ലോ. അങ്ങനെ ഒരു ഇഷ്ടം ഇവർക്ക് അവൻ അവളോട്. അങ്ങനെ ഇവൻ നേരത്തെയൊക്കെ പറഞ്ഞാൽ ഇവർ സോഫയിലിരുന്ന് സംസാരിക്കും. അപ്പോൾ ഇവർ എന്നോട് ചോദിച്ചത് നിനക്ക് സെക്ഷലായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ? അപ്പോൾ ഇവൻ പൊട്ടം കളിച്ച് ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇന്നസെൻ്റായി. നിനക്ക് ഇഷ്ടമാണോ, സെക്സിൽ താല്പര്യമുണ്ടോ? താല്പര്യമില്ലാണ്ട് നിൽക്കുക. എനിക്ക് ഏത് പ്രായക്കാരെ ഇഷ്ടം? ഇവർ ട്രാക്ക് മാറ്റി കൊണ്ടുവരണം എങ്ങിട്ടാണ് പോയിൻ്റ് മനസ്സിലാക്കണം. ഏത് പ്രായക്കാരെ ഇഷ്ടം? അങ്ങനെ ചോയ്സൊന്നുമില്ല. എനിക്ക് ആൻറ്റിമാരെ ഇഷ്ടമാണ് ചേച്ചി. എന്നിട്ട് ഞാൻ വെട്ടി തുറന്ന് പറയാം, നിനക്ക് എന്നെ താല്പര്യമുണ്ടോ? അല്ല ഇവന് രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറയാൻ ഇവൻ മിണ്ടിയില്ല. അല്ല അവർ മുൻകൈ എടുത്ത്, കാരണം ഇപ്പം കന്യകനാണല്ലോ. ഇവരടുത്തേക്ക് നീങ്ങിയിരുന്നു, കൈമേ കയറി പിടിച്ച്. ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ, ഇവിടെ ആരുമില്ല, നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവൻ റെഡിയാന്ന് പറഞ്ഞു. അങ്ങനെ ആ ബെഡ്റൂമിൽ പോകാമെന്ന് പറഞ്ഞ് തള്ളേൻ്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി കെട്ടിപ്പിടിച്ച് കിസ്സൊക്കെ ചെയ്തപ്പോൾ ഇവനും ഭ്രാന്തായി. ഇവനും ഒരു രക്ഷയില്ലാണ്ട് നടക്കണേ. ചെറുപ്പക്കാരെന്നൊരു ആൻറ്റിമാരെ നല്ല കളിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. ആ 70 വയസ്സുള്ളതിനൊക്കെ കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ മാക്സി പൂരി നോക്കും, ബ്രേസർ ഷഡ്ഡി മാത്രമുള്ളൂ. അവരൊക്കെ എടുത്ത് ഇപ്പം നല്ലോണം താലോലിച്ച്, കാരണം ഫസ്റ്റ് കളി നല്ലോണം കളിച്ചാലേ പിന്നെ കിട്ടുള്ളൂന്ന് ഇവനറിയും. ഇവൻ കളി അറിയണവനാണ്, പക്ഷെ അറിയാത്ത പോലെ ഇവൻ അവിടെ ആക്ട് ചെയ്യും. അവിടെ അതേ നടക്കുള്ളൂ. അങ്ങനെ നന്നാക്കി അടിച്ചു കൊടുത്ത് ആൻറ്റിക്ക് നല്ല തൃപ്തിയായി. പിന്നെ റെൻറ്റ് വേണ്ട. പിന്നെ കുറച്ച് കഴിഞ്ഞ് അങ്കിൾ എന്നാ വരണേന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്കിൾ വരില്ല, അങ്കിൾ മരിച്ചിട്ട് വർഷങ്ങളായി. എനിക്കൊരു തുണക്ക് ഇവിടെ ഒരാൾ വേണം, നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാം, വേറെ ബാധ്യതകളോ അങ്ങനത്തെ ഓഫറൊന്നും അങ്ങോട്ട് കൊണ്ട് വേണ്ട, ഈ പരിപാടി മാത്രം നിനക്ക് പറ്റുമ്പോഴൊക്കെ എന്നെ ചെയ്തോ. എനിക്ക് ഭയങ്കര കൊതിയുള്ള ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്കത് മനസ്സിലായി. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഇതിനോട് ഇത്ര ആവേശമുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഓരോ നമ്പറൊക്കെ ഇവള് പഠിപ്പിച്ച് കൊടുക്കും. അപ്പോൾ ഇവള് പറഞ്ഞ് പ്രായമൊക്കെ ഒരു നമ്പറാണ്, നമ്മുടെ മനസ്സിനെ യൗവനം നിലനിർത്തണം, അവിടെ നമ്മൾ സക്സസ് ആവുക. സെക്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ആവശ്യമുള്ള സംഭവം. അവർ കാലങ്ങളോളം അതിൻ്റെ ഇടയ്ക്ക് ഇവളുടെ ഒരു കൂട്ടുകാരി എന്നോട് ഇവളീ രഹസ്യം പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഭയങ്കര ത്രില്ല്. ഒരു പ്രാവശ്യം എനിക്ക് റെഡിയാക്കി കൊണ്ടാണ്. ഈ കൊച്ചമ്മമാരങ്ങനെയാണ്, പണക്കാരികൾ. അങ്ങനെ ഇവള് പറഞ്ഞു ഇവനോട് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, നിനക്കൊരു ലക്കാണ് കിട്ടാൻ പോണം, നല്ല സുന്ദരിയാണ്. അവൾക്ക് ഭയങ്കര താല്പര്യമുണ്ട്. അവളുടെ ഹസ്ബൻഡ് വലിയ ബിസിനസ്സുകാരനാണ്, എപ്പോഴും ടെൻഷനാണ്. പണി അവളുടെ സാധനത്തിനും വലിപ്പമില്ല. രതിമൂർച്ച ഓർഗാസം എന്ന് പറഞ്ഞാൽ അപ്പം എന്നെ അറിഞ്ഞിട്ടില്ല. നീ ഒന്ന് കളിച്ചു കൊടുക്കണം, നിൻ്റെ കളി അവൾക്ക് നല്ല ഇഷ്ടമാവും, എങ്ങനെയൊന്ന് ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കടാക്കെ പറയും. ഇവനെപ്പോഴോ റെഡി. അങ്ങനെ ഒരു ദിവസം അതിനെ കൊണ്ടുവന്ന് പകലും അന്ത്യോളം കളിച്ച് വിട്ടു. അതാണ് വേണ്ടത്. നമുക്ക് കിട്ടിയൊരു അസറ്റ്, ഒരു സ്വത്ത് കിട്ടിയാൽ നമ്മൾ ഒറ്റയ്ക്ക് അനുഭവിക്കാൻ പാടില്ല, മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടാൽ കൊടുക്കണം. അതാണ് ചേച്ചീൻ്റെ പോളിസി. ആണുങ്ങളുടെ സാധനം തേഞ്ഞു പോകണമെന്നല്ലല്ലോ.
അങ്ങനെ ഇവൻ അവിടെ താമസിച്ച് ഇവൻ ജോലിക്ക് പോകണം, നല്ല ടോപ്പ് ശമ്പളം വാങ്ങണം, ഒരു രൂപ വാടകയില്ല, അടിപൊളി ഫുഡ്, ഇടയ്ക്ക് മദ്യപിക്കും രണ്ടാളും, ഇടയ്ക്ക് മറ്റേ ആൻറ്റി വരും. എറണാകുളം സിറ്റിയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് മക്കളെ. പഴയ കൊച്ചി അല്ല പറഞ്ഞില്ലേ. ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾ അപ്പുറത്തെ ഫ്ലാറ്റിലെ ആളായിട്ട് വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല, മനസ്സിലായ? അങ്ങനത്തെ ഒരു നാടായി മാറി കൊച്ചി. കൊച്ചിയിൽ എന്ത് നടക്കും? ഈ സദാചാര കമ്മിറ്റിയൊക്കെ ചെറിയൊരു ഗ്രാമപ്രദേശത്ത് പരസ്പരം അറിയണ ആൾക്കാരുടെ ഇടയിലുള്ളൂ. ഈ ഫ്ലാറ്റിലൊന്നും വല്ലാത്തൊരു ഡിസ്റ്റർബ് ഉണ്ടാവില്ല. പിന്നെ അതുകൊണ്ട് അവനെ മാത്രമേ ഗസ്റ്റായിട്ട് പാർക്കാനല്ല, അവരൊരു എഗ്രിമെൻ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവർ കുറേ കാലം ജീവിച്ച്. ഇനി അടുത്ത വീഡിയോ നാളെ. നമസ്കാരം.